ഹോം ഫുഡി യൂട്യൂബ് ചാനലിലെ ഒരു ഓണം സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഇഞ്ചിക്കറിയാണ്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇഞ്ചിക്കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം ഇഞ്ചി ഒന്ന് നല്ലപോലെ വറുത്തെടുക്കണം. അപ്പോൾ ഇഞ്ചി വറക്കാൻ ആവശ്യമുള്ള എണ്ണ നമുക്കൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്ത് എണ്ണ ചൂടാകുന്നോടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുത്ത് നല്ലപോലെ നമുക്ക് വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഇഞ്ചിയെല്ലാം നല്ലപോലെ വറുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ശേഷം ബാക്കിയുള്ള ഇഞ്ചി നമുക്ക് ഇതുപോലെ തന്നെ നല്ലപോലെ വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഇഞ്ചിയെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിതിന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മൾ വറുത്ത് വെച്ച ഇഞ്ചിയൊക്കെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ ഇഞ്ചി വറുത്ത് വെച്ച അതേ പാത്രം തന്നെ നമുക്ക് എടുക്കാം. അതിൽ നിന്ന് ആവശ്യമുള്ള എണ്ണ എടുത്തിട്ട് ബാക്കി മാറ്റി വെക്കാം. എന്നിട്ട് ആ എണ്ണ ചൂടായി കഴിയുമ്പോൾ ആ എണ്ണയിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ മുളകും കറിവേപ്പിലൊക്കെ
വരണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കായപ്പൊടിയും ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പുളിവെള്ളവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കും. നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള ശർക്കര പാനിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വച്ചേക്കുന്ന ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പാകത്തിനുള്ള കുറച്ച് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വേവാൻ വേണ്ടി വെക്കാം. നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ തിളച്ച് റെഡിയായിട്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡിയായിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.